This was a mistake. Wait. An abandoned mine shaft. Oh no, 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 no! How did I survive? യു വാട്സ്ആപ്പ് മച്ചൂസ്, നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ എപ്പിസോഡ് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് നേരെ കടക്കാം. സമയത്ത് തന്നെ നമുക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ അയൺ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതിന് മുമ്പായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പ്രിപ്പയർ ചെയ്യണം. സോ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ലോഗ് വേണം. ഒരു 1-2 ലോഗ് വേണം ഗൈസ്. എന്നിട്ട് ഇതും പോട്ടെ. എന്നിട്ട് ഇതിൻ്റെ ഒരു പാതി മതി ഗൈസ്. ഓക്കെ, നമുക്കൊരു 6 മതി. 6 ലോഗ് ഇരിക്കട്ടെ, ബാക്കിയെല്ലാം എന്നിട്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കുറച്ച് കോളിനകത്ത് ഇരിക്കുന്നു. ഒരു കോള് വെച്ചിട്ട് 6 കഴിച്ച് നമുക്ക് മൊത്തം ഒരു കോളാക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഒരു കേവ് ഉണ്ടല്ലോ അവിടെ, അതിനകത്ത് നമുക്ക് പോകണം. ആൻഡ് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇത് കണ്ട ഞാനൊരു ബ്ലോക്ക് കൂടെ ഹൈറ്റിൽ താഴോട്ട് കുഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ബിക്കോസ് നമുക്ക് മേളിൽ കുറച്ച് ബ്ലോക്കൊക്കെ വെക്കണമെങ്കിൽ, അതായത് ഞാൻ ഇതിനൊരു ബിൽഡിംഗ് ഉണ്ട്. ഞാൻ ബിൽഡിങ്ങിന് വേണ്ടി നമുക്ക് കുറച്ച് ബ്ലോക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഒരു ബ്ലോക്ക് കൂടെ ഹൈറ്റ് നമുക്ക് പൊക്കണം. പിന്നെ നമ്മൾ നമ്മൾ ആദ്യം കണ്ട ഒരു കേവ് ഉണ്ടല്ലോ, അവിടം വരെ ഞാൻ സ്റ്റെയർ കേസ് ഇട്ടിട്ടുണ്ട് ഗ്രാനൈറ്റിന്റെ. സോ അത് നമുക്ക് താഴോട്ട് പോകുമ്പോൾ ഞാൻ കാണിക്കാം. നമുക്കിനി ഇങ്ങനെ കുഴിച്ചു പോകണം. ഇതാകുമ്പോൾ നമുക്കൊന്നുകൂടെ സ്മൂത്ത് ആയിട്ട് കാണാം. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് തലയിടിച്ച് നമുക്ക് സ്പീഡ് പറയുന്നുണ്ട്. സോ നമുക്ക് അതൊന്ന് സെറ്റ് ആക്കണം. ആൻഡ് നമ്മുടെ ഇത് അവിടെ ലോഗ് ഇരുന്ന് കത്തട്ടെ, എന്നിട്ട് കോളാവും. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന അയണൂടെ നമുക്ക് എടുത്തോണ്ട് വരാം. പോയിട്ട് അയണൂടെ നമുക്ക് എടുത്തോണ്ട് വരാം. ഞാനാണ് ഗ്രാനൈറ്റ് നമ്മൾ മൈൻ ചെയ്യുന്ന സ്ഥലമില്ല, അവിടെയാണ് അയൺ കണ്ടത്. കണ്ട തലയിടിച്ച് സ്പീഡ് പറയുന്നുണ്ട്. ഇതാണ് പണി. അതുകൊണ്ട് നമുക്ക് ഒരു ബ്ലോക്ക് കൂടെ താക്കാം. അത് ഞാൻ ഓഫ്ലൈൻ ഗ്രൈൻഡാണ്, പേടിക്കണ്ട. അതൊന്നും നിങ്ങളെ കാണിച്ച് ഞാൻ ബോറടിപ്പിക്കത്തില്ല. ദെൻ ഇവിടെയാണ് ഞാൻ കണ്ടത് അയൺ കണ്ടത്. ഓക്കെ, നമുക്ക് എത്ര അയൺ കിട്ടുമെന്ന് നോക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 10 എങ്കിലും. പ്ലീസ് ഒരു 5 കൂടെ, 1 കൂടെ. കറക്റ്റ് 5 കിട്ടി. അല്ല, 6 ഉണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് ഈ കേവിൽ ഇറങ്ങിയിരിക്കുന്നത് അതൊക്കെ അത്രേ ഉള്ളൂ. എന്നിട്ട് ഈ മേളിലോട്ട് കയറുമ്പോൾ അത്രയും കുഴപ്പമില്ല. താഴോട്ട് വരുമ്പോഴാണ് തലയിടിക്കുന്നത്. അതാണ് ഇച്ചിരി പണി. നമ്മുടെ ഇത് കോൾ അവിടെ നിന്ന് കത്തിക്കാണും. നമ്മുടെ കയ്യിൽ എനിക്കൊന്ന് 9 ഇതുകൊണ്ട്, അപ്പോൾ മൊത്തം 15. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഇത് കത്തിക്കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പം എത്രയായി? 4. ഓക്കെ, 9 ആയിട്ടുണ്ട്. ഇത് വെച്ച് ഒരു ഷീൽഡ് ഞാൻ ആദ്യം ക്രാഫ്റ്റ് ചെയ്യാണ്. നമുക്കൊരു ഷീൽഡ് വേണം. ദെൻ ഒരു സ്റ്റിക്ക് 2 ഉണ്ടാക്കി. എന്നിട്ട് ഒരു പിക്കാക്സ് ഞാൻ ഉണ്ടാക്കുകയാണ്. ബിക്കോസ് എങ്ങാണ് നമ്മൾ ഡയമണ്ടോ എല്ലാം കണ്ട് സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മൈൻഡ് ചെയ്യണം. ഈ ഷീൽഡ് നമുക്ക് ഓഫ് ഹാൻഡിൽ പിടിക്കാം. ഇതെങ്ങനെ ഓഫ് ഹാൻഡിൽ പിടിക്കുന്നത്? നമ്മൾ കൊണ്ട് വെക്കണം. നമുക്ക് ബ്രെഡ് നമ്മുടെ ഇരിക്കട്ടെ. എന്നിട്ട് ഇത് എത്രയായി? എന്നിട്ട് ഇനിയും ചെയ്യണം. ഇനി നമുക്കൊരു സോഡ് വേണോ? സോഡൊന്നും ഞാനിപ്പം ഒരു ബക്കറ്റ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ബക്കറ്റ് വേണം. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി നമ്മുടെ ഇൻവെന്ററി ജസ്റ്റ് ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യട്ടെ. ഒരു സ്റ്റോൺ പിക്കാക്സ് ഇരിക്കട്ടെ. അത് നമുക്ക് വേണ്ടി ഇങ്ങോട്ട് എടുത്തേക്കാം. ആവശ്യം വരുമ്പോൾ എടുക്കാറില്ല. പിന്നെ പ്ലാങ്ക് പോട്ടെ, ഇൻവെന്ററിന്ന് വേണ്ട. ഡെട്ട് ഇതൊക്കെ പോട്ടെ. എന്നിട്ട് ഞാൻ പോയി ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് തരാം. ഈ വെള്ളം ഇവിടെ തന്നെ ഉണ്ട്, ശരിയണ്ട. പിന്നെ ഞാൻ ഇവിടെ വന്ന് ചെറുതായിട്ടൊന്ന് ഹാർവെസ്റ്റ് ചെയ്തായിരുന്നു. അതും നമുക്ക് പെട്ടി വെച്ചിട്ടുണ്ട്. സോ ഇനിയും വളരാനുണ്ട്. ഫുഡൊന്നും കഴിക്കട്ടെ. ഈ ഒരു ഡേ നമുക്ക് അടുത്ത ഡേ പോവാം. ഇപ്പം നൈറ്റ് ആവും. സോ അത് നമുക്ക് അടുത്ത ഡേ പോവാം. ഇപ്പം എത്രയാൻ ഫുള്ള് കരിഞ്ഞോ? ഇല്ല, ഇനിയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ക്രാഫ്റ്റ് ചെയ്യാം? അതാണ് ഞാൻ അറിയുന്നത്. 11 13 ആയതുണ്ട്. സോ ഇത് വെച്ച് എന്ത് ക്രാഫ്റ്റ് ചെയ്യണം? ആർമർ ഉണ്ടാക്കാനൊന്നും ഇത് പോരാ. ഞാനതാണ് ആലോചിക്കണേ. ഒരു ആക്സ് കൂടെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. വെട്ടുന്നതിൻ്റെ ഒക്കെ ഒരു പവർ കൂടട്ടെ.
ഓക്കെ, ഇനിയും നമുക്കൊന്നും ചെയ്യാനില്ല. ഇതെല്ലാം എടുക്കുക, ഇതുകൂടെ എടുക്കുക. എന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങാറായില്ല. എന്നിട്ട് വേണ്ടാത്ത സാധനം നമ്മുടെ ഇതൊക്കെ തിരികട്ടെ, എന്നിട്ടൊന്ന് ഉറങ്ങട്ടെ. ജസ്റ്റ് ഉറങ്ങാറായില്ല. എങ്കിൽ പിന്നെ ബാക്കിയുള്ളത് വെച്ച് നമുക്ക് ഫുൾ അങ്ങ് ടോർച്ച് ക്രാഫ്റ്റ് ചെയ്തു. ഒരു 16 ടോർച്ച് പിന്നെയും കിട്ടി. എന്നിട്ട് നമുക്കിനി ഒരു കേവിലേക്ക് ഇറങ്ങാം. ഇനി നമുക്ക് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക് കൂടെ വേണം. നമുക്ക് താഴോട്ടൊക്കെ ഒന്ന് ബ്രിഡ്ജ് ചെയ്ത് ഇറങ്ങണമെങ്കിൽ. സോ അതും കൂടെ നമുക്ക് എടുക്കണം. എന്നിട്ട് ഇനി എന്താണ് ഈ കോളൊക്കെ പോട്ടെ, പോട്ടെ. ഇനി ബിൽഡിംഗ് ബ്ലോക്ക് എടുക്കാൻ ഞാൻ ഡെറ്റ് എടുക്കാം. ഡെറ്റാണ് നമ്മളെ പൊട്ടിക്കാൻ അല്പം. ഓക്കെ, നമുക്കെന്താ ഇനിയിപ്പോൾ കേവിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയാലോ ഗൈസ്? പോയി ഇറങ്ങാം. അത് തന്നെയാണ് എൻ്റെ. പിന്നെ കീപ്പ് ഇൻവെന്ററി ഉള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലം നമ്മുടെ സാധനം എല്ലാം തിരിച്ചിങ്ങ് കിട്ടും. വെയിറ്റ്, ഫുഡും മാറ്റിക്കും നമുക്ക്. കയ്യിൽ ഫുഡ് ഇരുന്നാൽ നമ്മൾ ഫുഡ് ചൂസ് ചെയ്യത്തുള്ളൂ ഗൈസ്. അതുകൊണ്ട് ഷീൽഡ് വർക്കാണെങ്കിൽ കയ്യിൽ ഫുഡൊന്നും വെക്കാത്ത സമയത്ത് വേണം. ഓക്കെ, എനിക്ക് നല്ല ടെൻഷനുണ്ട് ഗൈസ്, നല്ല ടെൻഷനുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് മൈൻ ഷാഫ്റ്റ് ആണെന്ന് തോന്നുന്നു. കണ്ടോ ഗൈസ്, ഒരു ചെയിൻ താഴോട്ട് പോകുന്നേ. നമുക്ക് അതൊന്ന് പതുക്കെ പോയി തപ്പാൻ. വെള്ളം 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 ഓക്കെ. പതുക്കെ നമുക്ക് ഇവിടുന്ന് സൈഡിലോട്ട് മറ്റേ പിക്കേക്ക് കൂടാ. അത് ഇങ്ങോട്ട് ഇരിക്കട്ടെ. പതുക്കെ നമുക്ക് സൈഡിൽ കൂടെ മൈൻ ചെയ്ത് താഴോട്ട് ഇറങ്ങുന്നതാണ് നല്ലത്. ഓക്കെ, ഞാൻ മൈൻ ചെയ്താണ് താഴോട്ട് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൈൻ ഷാഫ്റ്റ് ആണ് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ മൈൻ ഷാഫ്റ്റ് ആണ്. ഇറങ്ങിയിട്ട് വലിയ കാര്യമുണ്ടോ അറിയില്ല. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. വേണ്ട വേണ്ട വേണ്ട, ഇറങ്ങണ്ട ഇറങ്ങണ്ട. എങ്ങനെ കയറുന്ന തിരിച്ച്? ഈ എൻ്റെ ദൈവമേ കത്ത്. ഓക്കെ, നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ ഇറങ്ങാം. കണ്ടോണ്ട സ്കെൽട്ടൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, സീരിയസ്ലി വെട്ടമില്ലാത്തതാണ് മെയിൻ പ്രോബ്ലം. നമുക്കൊന്നുകൂടെ ഒന്ന് ഇറങ്ങാൻ നോക്കിയാലോ? വേണ്ട, നമുക്ക് അപ്പുറത്തെ സൈഡിൽ ആ ഒരു കേവിലൂടെ നോക്കാം. അതൊന്നുകൂടി ഇച്ചിരി താഴോട്ടാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ഇറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ പറ്റിയത്. ഓക്കെ, ഇവിടെ നേരെ താഴോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചാൽ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നു. അതെ, താഴെ ചെന്ന് വേഗം തന്നെ കുറച്ച് ടോർച്ച് വെക്കാം. പൊന്നു മോനെ, രണ്ടൊരു സോംബി വരുന്നു. ആൻഡ് മരണം. എൻ്റെ പൊന്ന് ഇപ്പോഴും ഉണ്ട്. ആൻഡ് സീരിയസ്ലി ഇവിടെ മറ്റേ ഇതാണ്. കുറച്ച് ഫുഡ് അടിക്കട്ടെ. ഓക്കെ, ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് ഈ ഒരു മൈൻ ഷാഫ്റ്റ് ഒന്ന് ടോർച്ച് വെച്ച് ഈ സ്കെൽട്ടനെയാണ് നോക്കേണ്ടത്. ഇത് സ്കെൽട്ടൺ ഇപ്പോൾ പുറകെ ബേബി. എന്തോ ഇത്? ഓക്കെ, സ്പാം ക്ലിക്ക് ചെയ്തു. സ്കെൽട്ടൺ വരുന്നില്ലല്ലോ, അതാണ് എനിക്ക് പേടിയായത്. സ്കെൽട്ടനെ ഇവിടെ ഒരു സ്പൈഡർ സ്പോണർ കാണാൻ ചാൻസ് ഉണ്ട്. അങ്ങോട്ട് ബിൽഡ് ചെയ്ത് തരാം. ബിക്കോസ് ഇത് പണിയാവും ഗൈസ്. അതിനെ നമുക്ക് ലൈറ്റ് ചെയ്യണം. അതിനെ ലൈറ്റ് ചെയ്തിട്ട് അത് പണി തരും ഗൈസ്. നമുക്കിതൊന്ന് സ്ഥലവും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ആ ഒരു ടോർച്ച് തീർന്നാലും കുഴപ്പമില്ല. നമുക്ക് മരം വെച്ച് ഓക്കെ. അയ്യോ, ചത്തു. മരണം. താഴല്ല, ഒന്ന് താഴോട്ടിറങ്ങാം. താഴോട്ടിറങ്ങാം ഗൈസ്, അതാണ് നല്ലത്. താഴോട്ടിറങ്ങുമ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും യൂസ് കാണും. ഈ മൈൻ ഷാഫ്റ്റിന്റെ മേലെ നിന്നിട്ട് വലിയ കാര്യമൊന്നും തോന്നില്ല.
അതെ നമുക്ക് താഴോട്ട് ഇറങ്ങാം. തലയിരിക്കാത്തിരി ചത്തേനെ. ഓക്കെ ലാവ ഇവിടെ എന്താണ്? ഗോൾഡ് എടുക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ട് നമ്മളെന്തായാലും ഇതിന് എന്തെങ്കിലും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് അത് എടുക്കണം. ഗോൾഡിന് മറ്റേ ആൻറ്റിക്ക് വേണം. എന്നെ കൊണ്ടുപോകുന്നു. ഓക്കെ ഗോൾഡിന് എടുക്കാണ്. പിന്നെ ഒരു ഗോൾഡൻ ക്യാരറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് യൂസ് ആവും. അല്ലെ പവർ ഡ്രൈലായാലും നമുക്ക് യൂസ് ആവും. നമുക്കിവിടെ ഡയമണ്ട് ആണ് നമുക്ക് വേണ്ടത്. ഡയമണ്ട് ഈ ഒരു ലെവലിലോട്ട് സ്പോൺ ആവുമോന്ന് ഒരു സോംബി വരുന്നു. അതിനെ നമുക്കൊന്ന് തട്ടാൻ നോക്കാം. ഈ വെള്ളത്തിൻ്റെ ഒരു ഫ്ലോ ഒന്ന് എത്തിയിരുന്നു പറ്റത്തില്ല, നിർത്താൻ പറ്റത്തില്ല. നമുക്ക് മേളിൽ കൂടെ പോകാം. ഓക്കെ ഒരു സോംബിനെ പിന്നെ അടിച്ചിട്ടു. ഇച്ചിലൂടെ കേവ് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. ഓക്കെ റെഡ് സ്റ്റോൺ കിട്ടി കഴിഞ്ഞു. ഓക്കെ റെഡ് സ്റ്റോൺ നല്ലതാണ്. സ്കെൽട്ടൻ ദൈവമേ ഞാൻ വളയപ്പെട്ടു ഗൈസ്. സീരിയസ്ലി അയ്യോ എന്റെ കുടിക്കും എല്ലായിടത്തും. സ്പൈഡർ ജോക്കി എനിക്ക് വന്ന് അവനെ അടിച്ചു. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഗൈസ് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു. അവന്മാരെ തമ്മിൽ നടിയിടിപ്പിക്കാൻ പറ്റിയിരുന്നതിന് മതിയായിരുന്നു. ഒരുത്തിനെ അടിച്ചിട്ടു. ഓ ക്രീപ്പർ ബ്രോ ചത്തു. സീരിയസ്ലി ചത്തു. അര ഹേർട്ട്. ഇപ്പൊ ഇവിടെ കൂടെ ചാവല് കിട്ടല്ലേ. വേഗം ഇത് സോംബി ക്രീപ്പർ വരുന്നതിന് മുമ്പ്. ഓക്കെ നൈസ് ഗൈസ്. നമ്മൾ നൈസിന് എസ്കേപ്പ് ആയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാരുന്നല്ലേ. ഓ ഇവിടെ ചെറിയൊരു കേവ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാൻ പറ്റുമോ നോക്കാം. ഓ ലാവാപ്പൂളൊക്കെ ഉള്ള ഒരു ചെറിയ കേവ്. നമുക്ക് ഇതൊന്ന് ലൈറ്റപ്പ് ചെയ്ത് പോവാം. കുറച്ച് അയൺ കിട്ടി കഴിച്ചു. നമുക്ക് ഇവിടുന്ന് നൈസ് എടുക്കാം. ഓക്കെ നമുക്ക് അത്യാവശ്യം അയൺ കിട്ടുവാണെങ്കിൽ നമുക്കൊരു അയൺ ആർമർ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ എത്ര കിട്ടിയെന്ന് അറിയില്ല, നോക്കുന്നില്ല. 6 അയൺ കിട്ടി. കോപ്പർ നമുക്ക് എടുക്കണോ? വേണ്ട, കോപ്പർ ബൾബ് വേണം. എന്നാലും ഓ അയൺ ഒത്തിരി ആയി. ഞാൻ ഗോൾഡാന്ന് വിചാരിച്ചെടുക്കാറില്ല, അയണായിരുന്നു. ഓക്കെ നമുക്കിന്ന് ചിലപ്പോൾ അയൺ ആർമർ സെറ്റ് ആവും. ഓ മൈ ഗോഡ്, നമ്മുടെ വേൾഡിലെ ആദ്യത്തെ ഇത് നൈസ് ഗൈസ് നൈസ്. നമ്മുടെ വേൾഡിലെ ആദ്യത്തെ ഇതാണ്, കോളാണ്. ഞാൻ ഇതുവരെ കോൾ മൈൻഡ് ചെയ്തിട്ടില്ല നമ്മുടെ വേൾഡിൽ. ഇങ്ങനത്തെ കേവൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്കൊന്നുകൂടെ മൈൻഡ് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ വലിയ റോയിൻ പോലത്തെ കേവൊക്കെ കിട്ടുവാണെങ്കിൽ പണിയാം. ഇതൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ക്ലിയർ അപ്പ് ചെയ്യാൻ എളുപ്പമാണ്. അല്ലെ പതുക്കെ ക്ലിയർ അപ്പ് ചെയ്ത് പോകണം. മൈ ഗോഡ്, ഓടി ബ്രോ എനിക്ക് ഇത്ര ലക്ക് വരല്ലേ. സീരിയസ്ലി 5-6 വട്ടം ചത്താൽ എന്താ ബ്രോ. എടാ ഇത് കിടിലൻ സീഡ്. അതും നമ്മുടെ OG ഡയമണ്ട്. ഇത് എനിക്ക് ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് താല്പര്യമില്ല, എന്നാലും ഞാൻ എടുക്കാണ്. നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് ആയതുകൊണ്ട് മാത്രം. ഓക്കെ എടാ ഇത് ഞാൻ ഒന്നും ക്ലിക്ക് ബൈറ്റ് ഒന്നും ചെയ്തില്ല, സത്യമായിട്ട് സീരിയസ്ലി ഇത് എനിക്ക് കിട്ടിയാണ്. നിങ്ങൾ വിശ്വസിക്കുക. ഓ മൈ ഗോഡ്, ഇതെന്താണ്? ഡയമണ്ട് കോള് എല്ലാം അടുപ്പിച്ച്. സീരിയസ്ലി ഇത് കൊള്ളാമല്ലോ. ഈ ഒരു കേവ് കൊള്ളാമല്ലോ.
ഓക്കെ, ഞാൻ വിചാരിച്ച് ഈ ഒരു വീഡിയോ ഒന്നും വലിയ പ്രൊഡക്റ്റീവായിട്ടൊന്നും ഞാൻ ചെയ്തില്ല. എനിക്ക് അതെന്തെങ്കിലും നഷ്ടമാവുമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. ബട്ട് നൈസ് ഗൈസ്, ഞാൻ എല്ലാം പ്രൊഡക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ഈ വേസ്റ്റ് ആയിരിക്കുമെന്നാണ്. നമുക്കിനി അപ്പുറത്തോട്ടൊന്ന് പോയി നോക്കാം. നിങ്ങൾക്ക് 17 കോഡ് കിട്ടി, 17 അയൺ കിട്ടി. അത് നൈസാണ്. നമുക്ക് ഒരു ബക്കറ്റ് വാട്ടർ ബക്കറ്റ് കൂടെ എടുത്ത് വെച്ചേക്കാം. നമുക്കെന്നാൽ പിന്നെ ചാവാൻ കിട്ടും. നമുക്ക് ചത്ത് നമുക്ക് ഡയറക്റ്റ് മേലോട്ട് പോകാം. നമുക്കല്ലാതെ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ, വെറുതെ എന്തിനാണ് നമ്മൾ വലിയ റിസ്ക് ഒക്കെ എടുക്കുന്നത്? നമുക്കെല്ലാം ജസ്റ്റ് നൈറ്റ് വേണ്ട എന്നെ കൊല്ലും. ഓക്കെ ഗൈസ്, എന്നാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ചെറിയൊരു വീഡിയോ, നമുക്ക് അത്യാവശ്യം ഡയമണ്ടും കിട്ടി, എല്ലാം കിട്ടി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next videos. Bye bye.